കണ്ണൂർ ജില്ലയിലെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള മഹാശിവക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ കണ്ണവത്തെ തൊടീക്കളം ശിവക്ഷേത്രത്തിലാണ്. അതിപുരാതന ശിവക്ഷേത്രമാണ് തൊടീക്കളം ശിവക്ഷേത്രം. വലിയ കുളവും മ്യൂറൽ പെയിൻറ്റിങ്ങുകളും കൊത്തുപണികളും ഒക്കെയുള്ള അതിപുരാതന ശിവക്ഷേത്രം. ചരിത്രത്തിലേക്ക് കടന്നാൽ 16-ാം നൂറ്റാണ്ടിലാണ് നിലവിലെ ശ്രീകോവിൽ പണികഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പരബ്രഹ്മമായ ശിവഭഗവാനാണ് മൂലപ്രതിഷ്ഠ. കൂടാതെ ഗണപതി, അയ്യപ്പൻ, ബ്രഹ്മരക്ഷസ്, നാഗപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. അയ്യപ്പൻ്റെയും ബ്രഹ്മരക്ഷസിൻ്റെയും നാഗദേവതകളുടെയും പ്രതിഷ്ഠ ചുറ്റമ്പലത്തിന് പുറത്താണ്. കോട്ടയം രാജവംശം ഭരിച്ച ഹരിചന്ദ്ര പെരുമാളാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ചില രേഖകളിൽ ക്ഷേത്രം മൂഷിക രാജവംശത്തിൻ്റെ സമയത്ത് നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു. കോട്ടയം രാജവംശം കോലത്തിരിയെ തുളുനാടുമായുള്ള യുദ്ധസമയത്ത് സഹായിച്ചതിന് പ്രത്യുപകാരമായി കോലത്തിരി കോട്ടയം രാജവംശത്തിന് സമ്മാനിച്ചതാണ് ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. ചിറക്കൽ രാജവംശത്തിന് കീഴിലുള്ള പഴശ്ശി കോവിലകത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ക്ഷേത്രം. 18-ാം നൂറ്റാണ്ടിൽ കേരളവർമ്മ പഴശ്ശിരാജയാണ് ക്ഷേത്രം പുതുക്കിപ്പണിതത്. ബ്രിട്ടീഷ് യുദ്ധസമയത്ത് തൊടീക്കളം ക്ഷേത്രം പഴശ്ശിരാജ ഒളിസങ്കേതമായും ഉപയോഗിച്ചതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നു. 1797 ബ്രിട്ടീഷ് പഴശ്ശി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും തകർത്തിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യപരമായ കഥയായിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത്, തമിഴ് ബ്രാഹ്മണനായ ഒരു വ്യക്തി ഒരു ദുസ്വപ്നം കാണുന്നു. തൻ്റെ മകൻ 16-ാം വയസ്സിൽ സർപ്പദംശനത്താൽ മരണപ്പെടുമെന്ന്. അതിനെ മറികടക്കാൻ അദ്ദേഹം തൊടീക്കളം ക്ഷേത്രത്തിലെത്തുകയും ഭജനമിരുന്നെന്നും ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകനെ രക്ഷിച്ചെന്നുമാണ് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട കഥ. തൊടീക്കളം മഹാശിവക്ഷേത്രത്തിലെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളും കൊത്തുപണികളും 500 വർഷത്തിന്മേൽ പഴക്കമുള്ളതാണ്. ശൈവിസം, വൈഷ്ണവിസം, ഹൈന്ദവ ഇതിഹാസങ്ങളുടെ നേർചിത്രങ്ങളായാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 500 വർഷത്തിന്മേൽ പഴക്കമുള്ള ഈ ചിത്രങ്ങൾ ബ്രിട്ടീഷ് പഴശ്ശി യുദ്ധകാലത്ത് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കേരള ലളിതകലാ അക്കാദമിയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർവഹിച്ചിരിക്കുന്നത്. തൊടീക്കളം ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ ക്യാമറയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മ്യൂറൽ ചിത്രങ്ങളുടെയും കൊത്തുപണികളുടെയും വീഡിയോകൾ എനിക്കിതിൽ ഉൾപ്പെടുത്താനും സാധിക്കത്തില്ല. ഓൾറെഡി ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട്, തൊടീക്കളം ശിവക്ഷേത്രത്തിലെ തന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. പുരാവസ്തു വകുപ്പിന് കീഴിലും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുമാണ് തൊടീക്കളം ശിവക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് തൊടീക്കളം ശിവക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന
വഴിപാട് കൗണ്ടർ അടക്കം വിശ്രമ മുറി അടക്കം ലിഫ്റ്റ് സൗകര്യത്തോടു കൂടി ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ദേവസ്വത്തിൻ്റെ വക ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊടീക്കളം ക്ഷേത്രത്തിലെ വിശേഷാൽ വഴിപാട് വിവരങ്ങളാണിത്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതാണ്. തൊടീക്കളം മഹാശിവക്ഷേത്രത്തിലെ നമുക്ക് ദർശന സമയം വരുന്നത് രാവിലെ 5 മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ദർശന സമയമുണ്ട്. വൈകുന്നേരമാണെങ്കിൽ 5 മണി തൊട്ടിട്ട് 8 മണി വരെയാണ് നമുക്ക് ദർശന സമയം. തൊടീക്കളം ശിവക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ വരുന്നത് നമുക്ക് വൃശ്ചിക മാസത്തിലെ സപ്തമി മുതൽ അഷ്ടമി വരെയാണ്. കൂടാതെ മഹാശിവരാത്രിയും തൊടീക്കളം ശിവക്ഷേത്രത്തിൽ വൻ പരിപാടികളോടെ ആഘോഷിക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തൊടീക്കളം മഹാശിവക്ഷേത്രം. കാരണം പുരാവസ്തു വകുപ്പിന് കീഴിൽ ഒരു മഹാചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മഹാക്ഷേത്രം തന്നെയാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും ക്ഷേത്ര ആചാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ, വിശ്വാസമുള്ളവർ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട, ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് തൊടീക്കളം, കണ്ണൂർ ജില്ലയിലെ തൊടീക്കളം മഹാശിവക്ഷേത്രം.